എ+ വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Super Absorbent Poppy's Diaper. Sky Wave Water and Amusement Park, Kakkadampoyil, Valamthood, Malappuram. Aishwarya Institute of Nursing Sciences. ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം, പാലേമാട്, എടക്കര. ഓഡിറ്റിംഗ് റിപ്പോർട്ടിനെ ചൊല്ലി നിലമ്പൂർ നഗരസഭ ബോർഡ് യോഗത്തിൽ കൊമ്പുകോർത്ത് ഭരണപക്ഷവും പ്രതിപക്ഷവും. നിലമ്പൂർ നഗരസഭയുടെ 2023-24 പ്രവൃത്തികളുമായി ബന്ധപ്പെട്ടുള്ള ഓഡിറ്റിംഗ് റിപ്പോർട്ടിൽ വ്യാപക ക്രമക്കേട് എടുത്തുകാട്ടുന്നതായി പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. എന്നാൽ ഓഡിറ്റിംഗ് റിപ്പോർട്ടിൽ നഗരസഭയ്ക്കെതിരെ ഒരു ക്രമക്കേടുമില്ലെന്ന് നഗരസഭ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM ബഷീർ പറഞ്ഞു. നിലമ്പൂർ നഗരസഭയുടെ 2023-24 പ്രവൃത്തികളുമായി ബന്ധപ്പെട്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ഓഡിറ്റിംഗ് റിപ്പോർട്ട് ഇന്നത്തെ ബോർഡ് യോഗത്തിൽ പരിഗണനയ്ക്ക് വന്നപ്പോഴാണ് ഓഡിറ്റിംഗ് റിപ്പോർട്ടിൽ വ്യാപക ക്രമക്കേട് കാട്ടുന്നതായി പ്രതിപക്ഷ നേതാവ് ആരോപിച്ചത്. പൊതുമരാമത്ത് വകുപ്പിലാണ് 8 കോടിയിലേറെ രൂപയുടെ ക്രമക്കേട് എടുത്തു കാട്ടുന്നത്. ആരോഗ്യ, വിദ്യാഭ്യാസ, വികസന വകുപ്പുകളിൽ ഉൾപ്പെടെ വലിയ ക്രമക്കേടുകൾ ചൂണ്ടിക്കാട്ടുന്നതായും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ഈ 2023-24 സാമ്പത്തിക വർഷത്തിലെ സംസ്ഥാന ഓഡിറ്റ് റിപ്പോർട്ട്, ആ ഓഡിറ്റ് റിപ്പോർട്ടിൽ വ്യാപകമായിരിക്കുന്ന ക്രമക്കേടാണ്. കാരണം അതിനകത്ത് എല്ലാ വകുപ്പുകളിലും, ഇപ്പോൾ ആരോഗ്യ വകുപ്പാണെങ്കിലും, കൃഷി വകുപ്പാണെങ്കിലും, പൊതുമരാമത്ത് വകുപ്പാണെങ്കിലും, വിദ്യാഭ്യാസ വകുപ്പാണെങ്കിലും, ഈ വകുപ്പുകളിൽ കീഴിലുള്ള വിവിധ തരം പദ്ധതികൾ നടപ്പിലാക്കിയതിൽ മാനദണ്ഡങ്ങൾ പാലിക്കാതെ, ടെൻഡർ വിളിക്കാതെ കൃത്യവിലോപം നടത്തി ഈ നഗരസഭയ്ക്ക് വലിയ തോതിലുള്ള നഷ്ടമാണ് ഉണ്ടാക്കിയത്. പൊതുമരാമത്ത് വകുപ്പിൽ ഏകദേശം 8,65,00,000 രൂപയുടെ ക്രമക്കേടാണ്. വളരെ വിശദമായിട്ട് നാട്ടുകാരുമായി ഇതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം പറയും. മാത്രമല്ല, ഈ ഉത്തരവാദിത്തമില്ലായ്മ ഈ നഗരസഭ 4 കൊല്ലക്കാലമായി കെടുകാര്യസ്ഥതയുടെ പിടിയിലാണ്. കാരണം കൃത്യമായി ഇപ്പോൾ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയുടെ ഉടമസ്ഥയിലുള്ള മത്സ്യമാംസ മാർക്കറ്റ്, അവിടുത്തെ 8-9 കടക്കാരുണ്ട്. ആ കടക്കാർ മൊത്തം ഉപയോഗിക്കുന്ന ഈ ഇലക്ട്രിക്കുമായി ബന്ധപ്പെട്ട് അവിടെ സ്വിച്ച് ബോർഡുമായി ബന്ധപ്പെട്ട പ്രശ്നം തകർന്ന് തരിപ്പണമായിട്ട് 1-1.5 കൊല്ലമായി അവർ പരാതി കൊടുത്തിട്ട് നഗരസഭാ ചെയർമാനും സെക്രട്ടറിയും അവരത് KSEBക്ക് കൊടുത്തു എന്ന് പറയുന്നു. അപകടം നിറഞ്ഞ സ്ഥലമാണ്. കാരണം ഏത് സമയത്തും അപകടം ഉണ്ടാകുന്ന അവസ്ഥയിലാണ്. ഇന്നേ വരെ അതൊന്നും മാറ്റി സ്ഥാപിക്കാനുള്ള നടപടി സ്വീകരിച്ചിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട് ലാപ്സായി. ഞാൻ പറഞ്ഞത് പൊതുമരാമത്ത് വകുപ്പിൽ 8 കോടി രൂപയാണ് ലാപ്സായി. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് ഒന്നുകൂടി പഠിച്ച് നമ്മൾ റിപ്പോർട്ട് പഠിച്ചതിന് ശേഷം കൃത്യമായിട്ട് നാട്ടുകാരോട് പറയും. അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ പറയുന്ന സായംപ്രഭ ഹോമിനകത്ത് അവിടെ യോഗ പരിശീലനം നടത്തി സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകളാണ്. അവർക്ക് വസ്ത്രം മാറാൻ പോലും സൗകര്യമില്ല. ICDS സൂപ്പർവൈസർ റിപ്പോർട്ട് 2/7/24 റിപ്പോർട്ടാണ്. ഒരു നടപടിയില്ല. അവിടെ ബാത്റൂം സൗകര്യം ഇപ്പോൾ ഇന്നലെ തുടങ്ങി എന്ന് പറയുന്നു. ഇലക്ട്രിക് റൂമുണ്ട് അവിടെ, ഏത് സമയത്തും അപകടം പറ്റാവുന്ന ആളുകൾക്ക്. അപ്പോൾ ഇത്തരത്തിൽ വളരെ കൃത്യവിലോപത്തിൻ്റെയും കെടുകാര്യസ്ഥതയുടെയും പര്യായമായി നിലമ്പൂർ നഗരസഭാ ഭരണസമിതി മാറിയിരിക്കുകയാണ്. ഓഡിറ്റിംഗ് റിപ്പോർട്ടിൽ നഗരസഭയ്ക്കെതിരെ ഒരു ക്രമക്കേടുമില്ലെന്ന് നഗരസഭാ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM ബഷീർ പറഞ്ഞു. ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് വീഴ്ചയുണ്ടെങ്കിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ബന്ധപ്പെട്ടവരോട് ആവശ്യപ്പെടാൻ ബോർഡ് യോഗം തീരുമാനമെടുത്തിട്ടുണ്ട്. 2010 മുതൽ 2020 വരെ അധികാരത്തിലിരുന്ന UDF ഭരണസമിതികൾക്കെതിരെ ഓഡിറ്റിംഗ് റിപ്പോർട്ടിൽ ഗുരുതര ക്രമക്കേടുകൾ കണ്ടെത്തിയിരുന്നു. അന്ന് ഭരണകക്ഷിയിലെ അംഗമായിരുന്ന നേതാവാണ് ഇപ്പോൾ ഇല്ലാത്ത ആരോപണവുമായി രംഗത്ത് വന്നിട്ടുള്ളത്. ജ്യോതിർഗമയ പദ്ധതി, ഒപ്പത്തിനൊപ്പം പദ്ധതി, റിലയൻസ് കേബിൾ സ്ഥാപിക്കൽ ഉൾപ്പെടെ ഇതിൽ ഉൾപ്പെടും. UDF ഭരണസമിതിയുടെ കാലത്ത് 2850 തെരുവുവിളക്കുകൾ സ്ഥാപിച്ചെന്ന് കണക്കുകൾ കാണിച്ചിരുന്നുവെങ്കിലും ഓഡിറ്റിംഗ് വിഭാഗം കണ്ടെത്തിയത് 1550 മാത്രമായിരുന്നു. കഴിഞ്ഞ 4.5 വർഷമായി പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണങ്ങളിൽ ഒന്നിൽ പോലും ഓഡിറ്റിംഗ് റിപ്പോർട്ടിൽ ക്രമക്കേട് നടന്നതായി കണ്ടെത്തിയിട്ടില്ലെന്നും PM ബഷീർ പറഞ്ഞു. പക്ഷേ ഈ വർഷത്തെ ഓഡിറ്റ് റിപ്പോർട്ടിനകത്ത് ഈ ഭരണസമിതിക്കെതിരായിട്ടുള്ള ഒരു പരാമർശവും ഒരു വിഭാഗത്തിലെയും ഓഡിറ്റ് ഉദ്യോഗസ്ഥന്മാർ രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് മറ്റു വർഷങ്ങളിലെ ഓഡിറ്റ് റിപ്പോർട്ടിൽ നിന്ന് വ്യത്യസ്തമായി ഈ ഓഡിറ്റിൻ്റെ മാറ്റി കൂട്ടുന്നത്. നമുക്കറിയാം, 2015-2020 വർഷത്തെ കാലത്ത് ഇന്ന് ആക്ഷേപം ഉന്നയിച്ചിട്ടുള്ള പ്രതിപക്ഷ അംഗം ഉൾപ്പെടെയുള്ള ഭരണസമിതിയുടെ കാലത്ത് നടന്നിട്ടുള്ള ഓഡിറ്റ് റിപ്പോർട്ടുകളെ സംബന്ധിച്ചുള്ള രേഖ പരസ്യ സംവാദത്തിന് വെക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ആ കാലത്താണ്
വിദ്യാഭ്യാസ മേഖലയിൽ സദ്ഗമയ എന്ന് പറയുന്ന മനോഹരമായ പേരിട്ട പദ്ധതി, ആ പദ്ധതിക്കകത്ത് 53 ലക്ഷം രൂപ നിർവഹണ ഉദ്യോഗസ്ഥൻ തിരിച്ചടക്കണമെന്ന് ഓഡിറ്റ് വിഭാഗം റിപ്പോർട്ട് ചെയ്തത്. ആ കാലത്ത് തന്നെയാണ് പട്ടികവർഗ ഊരുകളിൽ പാലും മുട്ടയും കൊടുത്ത് മനോഹരമായി സംസ്ഥാനത്താകെ പ്രഖ്യാപിച്ച ഒപ്പത്തിനൊപ്പം ആ പദ്ധതി വ്യാപകമായ ക്രമക്കേട് കണ്ടെത്തിക്കൊണ്ട് ഒരു ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യുന്ന നിലത്തിലേക്ക് റിപ്പോർട്ട് മാറിയത്. അപ്പോൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി ഈ കഴിഞ്ഞ കാലം അത്രയും തങ്ങൾ ഉയർത്തിയിട്ടുള്ള വാദങ്ങൾക്ക് ഒരു അടിസ്ഥാനമില്ല എന്ന് ഓഡിറ്റ് വിഭാഗവും കണ്ടെത്തി സ്ഥിതിക്ക് അതിന് ജാള്യത മറക്കാൻ ഉണ്ടയില്ലാത്ത വെടിയുമായി വന്നിരിക്കുകയാണ്. അതിനെ ഞങ്ങൾ രാഷ്ട്രീയമായാണ് കാണുന്നത്. അതിനെ രാഷ്ട്രീയമായി തന്നെ ഈ ഭരണസഭ നേതൃത്വം നേരിടുമെന്നാണ് സൂചിപ്പിക്കുന്നത്. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ കക്കാടൻ റഹീം, UK ബിന്ദു എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. A+ വിഷൻ, നിലമ്പൂർ. ഐശ്വര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗ് സയൻസ്, ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ, കർണാടക നഴ്സിംഗ് കൗൺസിൽ, രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഫോർ ഹെൽത്ത് ആൻഡ് സയൻസസ് അംഗീകാരങ്ങൾ. പ്രാക്ടിക്കലിന് മെഡിക്കൽ കോളേജും മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലും. ഫസ്റ്റ് ഇയർ മുതൽ IELTS ജർമ്മൻ ലാംഗ്വേജ് കോച്ചിംഗ്. കോഴ്സിന് ശേഷം UK, ജർമ്മനി പ്ലേസ്മെന്റ്. ഗേൾസ് ഓൺലി ക്യാമ്പസ്. ഹോസ്റ്റലും കോളേജും ഒരേ ക്യാമ്പസിൽ. വിദ്യാഭ്യാസ വായ്പാ സൗകര്യം. ഞായറാഴ്ചകളിൽ വിശുദ്ധ കുർബാനയ്ക്കും ക്ഷേത്ര ദർശനത്തിനും കോളേജ് ബസ്സിൽ തന്നെ പോയി വരുന്നതിനുള്ള സൗകര്യം. ഐശ്വര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗ് സയൻസസ്.